എൻ്റെ സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പൊതിച്ചോറാണ് ഉണ്ടാക്കുന്നത്. ഒരു മഴയാണ്, അപ്പം മീനൊന്നും വാങ്ങിച്ചില്ല. ഒരു പൊതിച്ചോറ് കാണിക്കാമെന്ന് വിചാരിച്ച് ചെറിയ രീതിയിൽ. അതിന് വേണ്ടി അരി ഇവിടെ കുക്കറിലിട്ട് നല്ലവണ്ണം കഴുകി വെള്ളം തിളച്ചപ്പോൾ കുക്കറിലിട്ട് ഒരു 4 വിസിൽ വന്നു. അപ്പം അതാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അല്പം ഉപ്പിടാം. ചിലർ ഉപ്പിടും, ചിലർ ഉപ്പിടില്ല. ഇവിടെ ചോറ് പാകമായി. ഇനി നമുക്കൊരു ആ സമയം കൊണ്ട് നമുക്കൊരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ഞാൻ പൊതിച്ചോറിനൊരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി പിഞ്ച് വെണ്ടയ്ക്ക കഴുകി മൂടും മണ്ടയും അരിഞ്ഞ് കളഞ്ഞത്, പിന്നെ ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. പച്ചമുളക് പിന്നെ സവാളയേക്കാളും ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണ്. അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു ചട്ടി എടുത്ത്, മൺചട്ടി എടുത്ത് അതിലോട്ട് നമ്മൾ ആദ്യം വെണ്ടയ്ക്ക അരിഞ്ഞിടാം. ഞാൻ വട്ടം വെട്ടിയാണ് അരിയുന്നത്. നീളത്തിനും അരിയാം, പക്ഷേ ഞാൻ പൊതിച്ചോറിന് ഞാൻ വട്ടം വെട്ടി അരിയുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ഇതിലേക്ക് ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി പച്ചമുളക്, എരിവിനനുസരിച്ചുള്ള പച്ചമുളക്. ഞാനിവിടെ കുറച്ചേ എടുക്കുന്നുള്ളൂ, ഞങ്ങൾ ആൾ കുറവാണ്. ആവശ്യത്തിന്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ തന്നെ ചെയ്യണം. നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. കുഴഞ്ഞു പോകരുത്. കുഴഞ്ഞു പോകാതെ ഒന്ന് അടച്ച് വേവിക്കാം. ചമ്മന്തിക്കുള്ള ആവശ്യത്തിനുള്ള തേങ്ങ, അമ്മിയിലരയ്ക്കുന്നത്. അപ്പം ആരും അമ്മിയിലരയ്ക്കില്ലല്ലോ. തേങ്ങ, എരിവിനനുസരിച്ച് മുളക് പൊടി, ചെറിയ ഉള്ളി, തേങ്ങ, ഉപ്പ്, മുളക് പൊടി, ചെറിയ ഉള്ളി ഇടുന്നത് നല്ലതാണേ. ചെറിയ ഉള്ളി. നമുക്ക് അല്പം ഇഞ്ചി കൂടി ഇടാം. ഇഞ്ചി ചേർക്കാത്തവരും കാണും. മഴയൊക്കെ അല്ലേ, നമുക്ക് അല്പം ഇഞ്ചി കൂടെ ഇട്ട് ദഹനത്തിനൊക്കെ നല്ലതാണ്. ഇനി നമുക്ക് പുളി ഇടാം. ഇനി നമുക്ക് പുളി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ച് കൊണ്ട് വരണം. ഞാൻ അരച്ച് കൊണ്ട് വരട്ടെ. അല്പം ഉപ്പും കൂടെ ഇടാം, നമുക്ക് ഉപ്പ് കുറവ്. ഇതിനിടയ്ക്ക് നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ച നിറം മാറരുത്. പച്ച നിറം മാറിയാൽ വെണ്ടയ്ക്കയുടെ ടേസ്റ്റ് വേറെ ഒന്നാവും. നമുക്ക് അടച്ച് 2 മിനിറ്റ് കൂടെ വയ്ക്കാം. ചമ്മന്തി നല്ലവണ്ണം നമ്മൾ കൈ കൊണ്ട് നല്ലവണ്ണം ഉരുട്ടിയെടുക്കണം. അമ്മിയിൽ അരച്ചതുപോലെ ഇരിക്കും. നല്ല ടേസ്റ്റാണ്. അമ്മിയിൽ അരയ്ക്കുന്നതിന് വേറെ രുചിയാണ്. മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി. ഇനി മുട്ട തയ്യാറാക്കാൻ വേണ്ടി വേറൊരു പാത്രം എടുത്ത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിടണം. പിന്നെ വറ്റൽമുളക്, അതിലേക്ക് ചെറിയ ഉള്ളി തന്നെ ചേർക്കും. നമ്മൾ മുട്ടയ്ക്കുള്ള ചെറിയ ഉള്ളി, വറ്റൽമുളക്, പച്ചമുളക്, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്,
കറിവേപ്പില, അല്പം തേങ്ങ. ചിലർ തേങ്ങ ഇടില്ല, ഞാൻ തേങ്ങ ഇടും. ആവശ്യത്തിന് എത്ര മുട്ടയാണ് പൊരിക്കണം അത് കണക്കാക്കിയുള്ള ഉപ്പ്. പിന്നെ കുരുമുളക് പൊടി ഇടുന്നത് നല്ലതാണ്. അല്പം കുരുമുളക് പൊടി ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഞെരടണം. മുട്ട പല രീതിയിലും പൊരിക്കും. മുട്ട പൊരിക്കാനൊന്നും ആർക്കും അറിഞ്ഞൂടാത്തതല്ല, എങ്കിൽ എൻ്റെ രീതിയാണ് ഞാൻ കാണിക്കുന്നത്. പൊട്ടിച്ചൊഴിക്കണം. ഇതിലേക്ക് ഇനി നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കണം. അത് നേരിട്ട് ഇതിലൊഴിക്കരുത്. ചില മുട്ടകൾ കേടായിരിക്കും, നമ്മൾ വാങ്ങിച്ച മുട്ടയാണ്. അപ്പോൾ അതുകൊണ്ട് മുട്ട നല്ലവണ്ണം കഴുകണം. കഴുകിയിട്ട് ഓരോ മുട്ടയിട്ട് പൊട്ടിച്ച് വേറൊരു ബൗളിൽ ഒഴിക്കണം. ഒഴിച്ചിട്ട് ഇതിലോട്ട് ഒഴിക്കണം. 3 മുട്ട ഞാൻ എടുത്തോളൂ. നല്ലവണ്ണം കലക്കി ഒരു 2 മിനിറ്റ് വെച്ചേക്കണം. ഉപ്പൊക്കെ പിടിക്കട്ടെ ഇത്. ഈ ഒരു പാത്രം കണ്ടാ നമുക്ക് അരി വടിക്കാൻ നല്ല പാത്രമാണ്. തട്ടിപ്പോവില്ല. ഗ്യാസിൽ വെച്ച് ചോറ് വയ്ക്കുന്നവർക്ക് അരി വടിക്കാൻ പറ്റിയ പാത്രമാണ്. അല്ല, ചോറ് നമുക്ക് റെഡി. ഉപ്പൊക്കെ ഇട്ട് വെച്ചേക്കണം. ആദ്യം നമ്മൾ കുക്കറിലായതുകൊണ്ട് ആദ്യത്തെ വെള്ളം ഊറ്റിയിട്ട് രണ്ടാമത് വെള്ളം തിളപ്പിച്ച് അതും കൂടെ ഞാൻ അത് കാണിച്ചില്ല. വെള്ളം ഒഴിക്കുന്നത് വാർത്തിടയാണ്. ആദ്യത്തെ വെള്ളം ഊറ്റിയതിന് ശേഷം രണ്ടാമത് നമ്മൾ വേറെ തിളച്ച വെള്ളം ഒഴിച്ച് നമ്മൾ വാർത്തിടയാണ്. കുറച്ച് കിടക്കട്ടെ, ഒരു 10 മിനിറ്റ് ഇവിടെ കിടക്കട്ടെ. 10-15 മിനിറ്റ് വെള്ളം തോരുന്നത് വരെ. ഇനി നമുക്കൊരു ഉരുളൻകിഴങ്ങ് പെരട്ടും കൂടെ എടുക്കാം. അതിന് വേണ്ടി കിഴങ്ങ് നല്ലതുപോലെ കഴുകി നമ്മൾ ഒരിക്കൽ കൂടെ വെള്ളത്തിയിടും. വട്ടം വെട്ടി അരിയും. 4ആയിട്ട് കീറിയിട്ട്, വലുതാണെങ്കിൽ 4ആയിട്ട് കീറും, അല്ലെങ്കിൽ 2ആയിട്ട് പൊളന്നിട്ട് നമ്മൾ ഇങ്ങനെ ഈ സൈസിന് അരിഞ്ഞെടുക്കും. ഉരുളൻകിഴങ്ങ് പെരട്ടിന് വേണ്ടി കഴുകി നല്ലവണ്ണം വൃത്തിയായി കഴുകി വെച്ചാൽ അതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി, പെരിഞ്ചീരകപ്പൊടി ഇത്രയും കൂടെ നന്നായിട്ട് കൈ കൊണ്ട് വിരവി വെക്കണം. ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ഇതിൽ അരപ്പ് പിടിക്കട്ടെ. ഇതിലേക്ക് ഇനി നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് അടച്ച് മൂടി വയ്ക്കാം. നമുക്ക് ഒരു ഇത്തിരി ഒന്ന് അരപ്പ് പിടിക്കട്ടെ. നമ്മൾ ഉരുളൻകിഴങ്ങ് പെരട്ടിന് വേണ്ടി ഒരു പാൻ കഴുകി അടുപ്പത്ത് വെച്ച് വെള്ളം തോരുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇതിൽ കടുകൊന്നും ഞാനിടില്ല. വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ മസാല പുരട്ടി വെച്ച ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കണം. ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. പിന്നെ നമുക്ക് തുറന്നിളക്കി കൊടുക്കാം. നമുക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കാം. ഇളക്കി കൊടുക്കാം. ചെറു തീയിലിടണം. എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഉരുളൻകിഴങ്ങ് പുരട്ടി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് മുട്ട പൊരിക്കാം. അതിനേക്ക് വേണ്ടി വേറൊരു പാൻ, ഒരു ഫ്രൈൻ പാൻ അടുപ്പിൽ വയ്ക്കാം. മുട്ട പൊരിക്കാനുള്ള ഒരു ഫ്രൈൻ പാൻ നമുക്ക് കഴുകി അടുപ്പത്ത് വയ്ക്കാം. നമുക്ക് വെള്ളം വാർന്നു പോകുമ്പോൾ നമുക്ക് ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ച മുട്ട ഒഴിക്കുകയാണ്.
ഒരു വശം നല്ല ചുവന്നതിന് ശേഷം നമ്മൾ മറിച്ചിടും. മുട്ട ഉണ്ണിക്കുട്ടന് പറ്റിയ ഇഷ്ടം. നമ്മളിത് മുട്ട മറിച്ചിട്ടു. ഇനി അല്പം എണ്ണ ഇതിൻ്റെ പുറത്ത് ഒന്ന് തൂക്കി കൊടുക്കണം. അപ്പോൾ മുട്ട പൊങ്ങി വരും. നല്ല ടേസ്റ്റാണ്. ആ സമയം കൊണ്ട് നമുക്കൊരു ഇല വാട്ടിയെടുക്കാം. ഈ തണ്ട് നല്ല വാടിയാലേ നമുക്ക് പൊട്ടാതിരിക്കുകയുള്ളൂ. ഇല കഴുകിയാണ് വാട്ടിയതെങ്കിലും ഒരിക്കൽ കൂടെ കഴുകണം. മുട്ട ഇവിടെ റെഡി. ഞാൻ ഒരുമിച്ചാണ് പൊരിച്ചത്. നമുക്കൊരു പൊതിച്ചോറ് തയ്യാറാക്കാം. ചമ്മന്തി, മെഴുക്ക് പുരട്ടി. എനിക്കറിയാവുന്ന രീതിയിലാണ്. ഞാൻ സാധാ ഒരു വീട്ടമ്മയാണെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് പുരട്ടെ. നല്ല മഴയത്ത് പൊതിച്ചോറ് തിന്നാൻ നല്ലതാണ്. നമ്മുടെ സ്കൂൾ ജീവിതം ഓർമ്മ വരും. നമുക്ക് മുട്ട, ഇനി മാങ്ങ അച്ചാർ. നമുക്ക് മാങ്ങ അച്ചാർ, പൊതിച്ചോറ് പൊതിയാൻ പോവേണേ. പൊതിച്ചോറിവിടെ റെഡി. നമ്മുടെ സ്കൂൾ ജീവിതം ഓർമ്മ വരുന്നല്ലേ. ഞാൻ 8ാം ക്ലാസ് മുതൽ ഞാൻ ചോറ് പൊതിയാൻ തുടങ്ങിയതാണ്. എനിക്ക് പഠിക്കുന്ന ഇഷ്ടമില്ലായിരുന്നെങ്കിലും എനിക്ക് അന്നേ ഭക്ഷണം ഉണ്ടാക്കണം ഭയങ്കര ഇഷ്ടമാണ്.